ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ബാക്കി പോർഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്കോപ്പ് ഓഫ് എക്കണോമിക്സ് ആണ് അടുത്തത്. എക്കണോമിക്സ് ഹോൾഡ് ഡിഫറൻറ്റ് വ്യൂസ് ആസ് റിഗാർഡ് ദി സ്കോപ്പ് ഓഫ് എക്കണോമിക്സ്. ഓരോ എക്കണോമിക്സും ഓരോ വ്യൂസാണ് എക്കണോമിക്സ് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാ എക്കണോമിക്സും ഒരുപോലെ അല്ല എക്കണോമിക്സിനെ നോക്കി കാണുന്നത്. It is so because of the fact that economics is a dynamic subject. കാരണം എന്താണ്? എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് സബ്ജക്റ്റാണ്. അത് സ്റ്റാറ്റിക് അല്ല, അതായത് ചേഞ്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ബിഹേവിയർ. അത് ഹ്യൂമൻ ബിഹേവിയറിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വിച്ച് കീപ്സ് ഓൺ ചേഞ്ചിങ് അണ്ടർ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് കണ്ടീഷൻ. ഈ ഹ്യൂമൻ ബിഹേവിയർ ഓരോ സിറ്റുവേഷനിലും ഓരോ രീതിയിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ എക്കണോമിക്സിനെ സ്റ്റാറ്റിക് സബ്ജക്റ്റ് എന്നല്ല പറയുന്നത്, ഡൈനാമിക് സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓരോ എക്കണോമിക്സും ഓരോ രീതിയിലാണ് എക്കണോമിക്സിനെ നോക്കി കാണുന്നത്. അപ്പോൾ നമുക്ക് സ്കോപ്പ് ഇവിടെ 3 പറഞ്ഞിട്ടുണ്ട്. സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്, റോൾ ഓഫ് എക്കണോമിക്സ് ആസ് എ സയൻസ് ഓർ ആൻ ആർട്ട്, ആൻഡ് എക്കണോമിക്സ് ആസ് എ പോസിറ്റീവ് ഓർ നോർമേറ്റീവ് സയൻസ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. To the classical economics like Adam Smith, J.B. Say and J.S. Mill, the subject matter of economics comprises the study of wealth. അപ്പോൾ ആദം സ്മിത്തും JB Sayയും JS മില്ലും ഒക്കെ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് വെൽത്തിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് അവരെല്ലാവരും തറപ്പിച്ച് പറയുന്നത്. അവരങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷനിൽ നോക്കിയ കാര്യമാണ്. Marshall, the neoclassical thinker, gave a new dimension to the subject matter of economics by introducing in it the element of human welfare. Economics, according to him, is the study of mankind in the ordinary business of life. ഇത് നമ്മൾ നേരത്തെ ആരുടെ ഡെഫിനിഷൻ നോക്കിയതാണ്? മാർഷാളിൻ്റെ ഡെഫിനിഷനിൽ നോക്കിയതാണ്, വെൽഫെയർ ഡെഫിനിഷനിൽ നോക്കിയതാണ്. മാർഷാൾ പറഞ്ഞിരുന്നത് എന്തെന്നാണ് പറഞ്ഞ ആ ഡെഫിനിഷനിലൂടെ? എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ വെൽഫെയർ. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നാണ് മാർഷാൽ പറയുന്നത്. പ്രൊഫസർ റോബിൻസ് enlarged the scope of economics by extending its subject matter to study of that part of human behavior which is connected with the adjustment of unlimited ends to the scarce means which have alternative uses. അപ്പോൾ ഇത് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നത് തന്നെയാണ്. എന്താണ്? ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ്, എല്ലാ റിസോഴ്സസ് സ്കേഴ്സ് ആണ്. നമ്മുടെ ആൾക്കാർക്ക് അൺലിമിറ്റഡ് വാണ്ട്സ് ആണുള്ളത്. ആ വാണ്ട്സ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഉള്ള റിസോഴ്സസിനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ പല എക്കണോമിസ്റ്റുകളും പല വ്യൂവിലാണ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ നോക്കിക്കാണുന്നത്. അതാണ് ഈ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സിൽ പറയുന്നത്. അടുത്ത സ്കോപ്പാണ് എക്കണോമിക്സ് ആസ് എ സയൻസ് ഓർ ആൻ ആർട്ട്. Economists hold divergent views as regards the question whether economics is a science or an art. അപ്പോൾ എക്കണോമിസ്റ്റുകൾ പറയുന്നത് അവർക്കിടയിൽ എന്താണ്? വിപരീതമായ ഒരു യോജിപ്പില്ലാത്ത വ്യൂസാണ് അവർക്ക്. പരസ്പരം കോൺഫ്ലിക്റ്റിംഗ് വ്യൂസാണ്. എന്തിനെക്കുറിച്ച്? എക്കണോമിക്സ് ഒരു സയൻസ് ആണോ ആർട്ടാണോ എന്നതിനെക്കുറിച്ച്. If we analyze economics as a discipline, we find that it has got all the prerequisites of science. അപ്പോൾ എക്കണോമിക്സ് ഒരു ഡിസിപ്ലിൻ മീൻസ് ഒരു കോഴ്സായിട്ട് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എക്കണോമിക്സിൽ സയൻസ് അതായത് ശാസ്ത്രപരമായ എല്ലാ പ്രീ റിക്വസൈറ്റ്സും എക്കണോമിക്സിൽ ഉണ്ടെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. ലൈക്ക് സയൻസ്, എക്കണോമിക്സ് ഈസ് എ സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. അപ്പോൾ സയൻസിനെ പോലെ തന്നെ എക്കണോമിക്സും ഒരു സിസ്റ്റമറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചിട്ടയോടുകൂടിയുള്ള, അങ്ങനെയൊക്കെ പറയാം. ഇപ്പം സയൻസിലാണെങ്കിൽ ട്രൂത്താണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അല്ലേ? മെയിനായിട്ടുള്ള ഫാക്ട്സ്, സയൻസിൽ പറയുന്ന ഓരോ ഫാക്ട്സും കറക്റ്റ് ആയിരിക്കും. അത് എസ്റ്റിമേഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ ഊഹിച്ചോ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളല്ല. അത് ഇന്ന കാരണം കൊണ്ടാണ് വന്നത്, അതിങ്ങനെ വന്നു എന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും സയൻസിൽ ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഓരോ കാര്യത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക്സിലും എന്താണ്? സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആ വ്യൂ പോയിൻറ്റിൽ, ഏത് വ്യൂ പോയിൻറ്റിൽ? എക്കണോമിക്സ് ആസ് എ സയൻസ് എന്ന വ്യൂ പോയിൻറ്റിൽ പറയുന്നത്.
But there are critics who believe that economics cannot be treated as a science because of the following. അപ്പോൾ ഒരു പക്ഷം എക്കണോമിസ്റ്റുകൾ എക്കണോമിക്സ് സയൻസ് ആണെന്ന് പറയുമ്പോഴും ഒരു പക്ഷം എക്കണോമിസ്റ്റുകൾ പറയുന്നത് എക്കണോമിക്സ് സയൻസ് അല്ല, അത് ഈ ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് സയൻസ് അല്ല എന്ന് ഒരു കൂട്ടം എക്കണോമിസ്റ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നോക്കാം. എക്കണോമിക്സ് ഡു നോട്ട് ഹാവ് യൂണിഫോം അപ്രോച്ച് ആൻഡ് ഒപ്പീനിയൻ എബൌട്ട് എ പെർട്ടിക്കുലർ എക്കണോമിക് ഈവൻറ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് നമുക്ക് എല്ലാ എക്കണോമിക് ഈവൻറ്റും നമുക്ക് ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ എക്കണോമിക് ഈവൻറ്റിനും ഓരോ രീതിയിലായിരിക്കും ആ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഡീഫ്ലേഷൻ, GDP ഗ്രോത്ത്, ഇതൊക്കെ ഓരോന്നും നമ്മൾ ഓരോ രീതിയിലായിരിക്കും മെഷർ ചെയ്യുന്നതും ഒപ്പീനിയൻ പറയുന്നതും. അപ്പോൾ യൂണിഫോമായിട്ട് എല്ലാം ഒരുപോലെ ഒരു മെഷർമെൻ്റ് ഒന്നും എടുക്കാനായിട്ട് നമുക്ക് എക്കണോമിക്സിൽ സാധിക്കത്തില്ല. എക്സാക്റ്റ് മെഷർമെൻറ്റ്സ് ആർ നോട്ട് പോസിബിൾ ഇൻ എക്കണോമിക്സ്. ഇപ്പം സയൻസിൽ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഫാക്ട്സും ഒക്കെ ഓരോ ഫാക്ട്സിൻ്റെയും കമ്പ്യൂട്ടേഷൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടുത്തെ മെഷർമെൻറ്റ് പറയാം. പക്ഷേ എക്കണോമിക്സിൽ അത് പോസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മേക്ക് കറക്റ്റ് പ്രഡിക്ഷൻസ് ഇൻ എക്കണോമിക്സ്. കറക്റ്റായിട്ടൊരു കാര്യം പ്രവചിക്കാനും എക്കണോമിക്സിൽ സാധിക്കത്തില്ല. ഇപ്പോൾ GDP ഗ്രോത്ത് ഉണ്ടാവും എന്ന് നമ്മൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് എക്കണോമിക്സ് സയൻസ് ആയിട്ട് കാണാൻ പറ്റത്തില്ല എന്ന് ഒരു വിഭാഗം എക്കണോമിക്സ് പറയാനുണ്ടായ കാരണം. അടുത്തത്, ദെയർ ആർ എക്കണോമിക്സ് ഹു ബിലീവ് ദാറ്റ് എക്കണോമിക്സ് ആസ് ആൻ ആർട്ട്. ഇത് രണ്ടും പോരാതെ എക്കണോമിക്സിനെ ആർട്ട് എന്ന് പറയുന്ന കുറച്ച് എക്കണോമിക്സുകളും ഉണ്ട്. ദെയർ ആർ എക്കണോമിക്സ് ഹു ബിലീവ് ദാറ്റ് എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട്. അപ്പോൾ ഇത് രണ്ടുമല്ലാതെ എക്കണോമിക്സ് ആർട്ടാണെന്ന് പറയുന്ന ഒരു പറ്റം എക്കണോമിസ്റ്റുകളും ഉണ്ട്. ആർട്ട് മീൻസ് ക്രിയേഷൻ ഓഫ് പ്രാക്ടിക്കൽ യൂസ് ഓഫ് നോളജ്. അറിവിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ് ആർട്ട് എന്ന് പറയുന്നത് അല്ലേ. സയൻസ് ക്രിയേറ്റ് സർട്ടൻ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് വൈൽ ആർട്ട് ഗീവ്സ് ദം എ പ്രാക്ടിക്കൽ ഷേപ്പ്. സയൻസ് ഒരുപാട് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആർട്ട് എന്ത് ചെയ്യും? അതിനെ പ്രാക്ടിക്കലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. വൈൽ സയൻസ് സ്റ്റഡീസ് ദ കോസസ് ആൻഡ് എഫക്ട്സ് ഓഫ് ആൻ ഈവൻറ്റ്. ഒരു ഈവൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടത് നടന്നു, അത് നടന്നതുകൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നതാണ് സയൻസ്. ആർട്ട് പ്രിസ്ക്രൈബ് സൊല്യൂഷൻസ് ടു വേരിയസ് പ്രോബ്ലംസ്. എന്നാൽ ആർട്ടോ എന്താണ് ചെയ്യുന്നത്? ഉണ്ടാകുന്ന പല പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ആർട്ടിലൂടെ കണ്ടെത്താൻ സാധിക്കും. ഹെൻസ് എക്കണോമിക്സ് ഈസ് ബോത്ത് സയൻസ് ആൻഡ് ആൻ ആർട്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് എന്താണ്? സയൻസുമാണ് ആർട്ടുമാണ്. ആസ് സയൻസ് ഇറ്റ് ഫോർമുലേറ്റ്സ് ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്, വൈൽ ആസ് ആൻ ആർട്ട് ഇറ്റ് പ്രിസ്ക്രൈബ്സ് ഐഡിയൽ സൊല്യൂഷൻസ് ടു വേരിയസ് പ്രോബ്ലംസ്. സയൻസ് എന്ന നിലയിൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു? ഒരുപാട് തിയറീസും പ്രിൻസിപ്പിൾസും ഫോർമുലേറ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു ആർട്ട് എന്ന നിലയിൽ എക്കണോമിക്സ് എന്താണ് ചെയ്യുന്നത്? വേരിയസ് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ എക്കണോമിക്സിനെ സയൻസ് എന്നും ആർട്ടെന്നും പറയപ്പെടുന്നു. അപ്പം നമ്മൾ ഇന്ന് ഇത്രയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.